നമുക്ക് ഇന്ന് ചക്കക്കുരു ഷേക്കാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ല ചക്കക്കുരു നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറം ചൂളയൊക്കെ കളഞ്ഞ് കറ കളയാതെ ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത്. ഇത് കറ കളഞ്ഞിട്ടും നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കറ കളയാതെ ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഗുണം കൂടുതലാണ്. പിന്നെ ഇത് വേവിപ്പിക്കാൻ വേണ്ടി ഞാൻ കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടുപ്പത്ത് വെക്കുന്നു. ഇത് നന്നായി വെന്തതിന് ശേഷം ഇതുപോലെ വെന്തതിന് ശേഷം നമുക്ക് തണിഞ്ഞിട്ടാകുമ്പോൾ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ടെടുക്കാം. ഞാൻ കട്ടപ്പാൽ ചേർത്തിട്ടാണ് അടിക്കുന്നത്. ഇതുപോലെ കട്ടപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ അടിക്കുന്നത്. പക്ഷെ നന്നായി അരഞ്ഞ് കിട്ടിയില്ല. നമുക്ക് കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടി വരുന്നുണ്ട്. ഞാൻ ഒന്നും കൂടി ഇത് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. കട്ടപ്പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് രുചി കൂടാൻ നല്ലതാണ്. പിന്നെ ഏലക്കായി വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ബൂസ്റ്റാണ്. ബൂസ്റ്റാകുമ്പോൾ കുറച്ചും കൂടി രുചി കൂടാൻ നല്ലതാണ് ബൂസ്റ്റ്. അതുകൊണ്ട് ഞാൻ ബൂസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബൂസ്റ്റ് ഇട്ടിട്ടാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഇത് നന്നായിട്ട് അരച്ചെടുക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ബൂസ്റ്റ് ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇത് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നു. ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിന് ഭംഗി കൂട്ടാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റ്, ബാക്കി വന്ന ബൂസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ വിതറി കൊടുത്താൽ കുറച്ച് ഭംഗി കൂടുതൽ കിട്ടും. കഴിക്കാൻ രുചി കൂടുകയും ചെയ്യും, ഭംഗിയും കാണാൻ ഭംഗിയും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചക്കക്കുരു ഷേക്ക് തയ്യാറായി.